ഓക്കെ. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടുന്നില്ലേ? ചെയ്യാനായിട്ട് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല മിസ്. ഇല്ല. ഇപ്പൊ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലേബർ റൂം സർവീസ് ആണ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങള് അറിയാവുന്ന ആളുകള് ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ ഷെയർ ചെയ്യാം. 73. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം സബ് ചെയ്യുക. ഇൻട്രൊഡക്ഷനും വായിച്ചോളൂ, ലൊക്കേഷനും വായിച്ചോളൂ കേട്ടോ. രണ്ടും വായിച്ചോളൂ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ നോക്കാം. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. Notable functional area of the maternity order. Another notable എന്നല്ല, notable എന്നാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? നോട്ടബിൾ എന്നാണോ? രണ്ടും ജോയിൻ ചെയ്തിട്ടാണോ കൊടുത്തിരിക്കുന്നത്? നോട്ടബിൾ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയാ നിങ്ങള് കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പോ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞാല് പ്രസവ ശാസ്ത്രവിദ്യ എന്നാണ് അതിന്റെ പ്യോർ മലയാളം വരിക. പ്രസവ ശാസ്ത്രവിദ്യ എന്നാണ്. പ്രസവ ചികിത്സ എന്നും പറയും. അതുപോലെ തന്നെ ഗൈനക്കോളജി എന്ന് പറയുന്നത് സ്ത്രീരോഗ ശാസ്ത്രമാണ്. ഓക്കെ, സ്ത്രീരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ഗൈനക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് പ്രസവ ചികിത്സ അല്ലെങ്കിൽ പ്രസവ ശാസ്ത്ര വിദ്യ എന്ന് പറയുന്നു. ഗൈനക്കോളജി എന്ന് പറയുന്നത് സ്ത്രീരോഗ ശാസ്ത്രം എന്ന് പറയുന്നു. ഈ രണ്ട് സേവനങ്ങളും ആശുപത്രികളിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ആശുപത്രികളിൽ നിന്നും നമുക്ക് ഈ രണ്ട് സേവനങ്ങൾ ലഭിക്കാറുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇത് രണ്ടും ഹോസ്പിറ്റലിൽ നൽകുന്ന രണ്ട് സേവനങ്ങളാണ്. ഓക്കെ, ഇതിനകത്ത് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രഗ്നൻസി അല്ലെ, ഗർഭധാരണം, അതുപോലെ തന്നെ പ്രഗ്നൻസി കെയർ, ഗർഭകാല പരിചരണം, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി,
പ്രസവം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പ്രഗ്നൻസി, പ്രഗ്നൻസി കെയർ, അതുപോലെ തന്നെ ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? രണ്ടും ഒരേ ഇതിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. രണ്ടും രണ്ട് സർവീസ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ദെൻ ഇതിനകത്ത് ചില ഫങ്ഷണൽ ഏരിയാസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്, അതായത് പ്രസവം സംബന്ധിച്ച ചികിത്സകൾ പല ആശുപത്രികളിലും നടത്തുന്നുണ്ട്. അതിനകത്ത് പ്രസവം അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് കൂടുതലായിട്ട് പരാമർശിക്കുന്നത് ഒബ്സ്റ്റട്രിക്സ് എന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോട്ടബിൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയ വരുന്നത് റിസീവിംഗ് ഏരിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഏരിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീ ഡെലിവറി റൂം വരുന്നുണ്ട്, ഡെലിവറി ലേബർ റൂം വരുന്നുണ്ട്, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ലേബർ റൂമിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു വാർഡിനോടനുബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒന്നാണ് റിസീവിംഗ് ഏരിയ. ഓക്കെ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ്, അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സ്, അവരെയൊക്കെ സ്വീകരിക്കുന്ന സ്ഥലമാണെന്ത്? റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എക്സാമിനേഷൻ ഏരിയ. ഓക്കെ, അതിനകത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് മാത്രമാണ് അതിനകത്ത് എൻട്രി ഉള്ളത് അല്ലെ. അതായത് അവരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻ ഏരിയ വരുന്നത്. ദെൻ പ്രീ ഡെലിവറി റൂം, അതായത് ഡെലിവറിക്ക് മുൻപായിട്ട് തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഏരിയകളിലേക്ക് മാറ്റാറുണ്ട്. അതിനെയാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ദെൻ ഡെലിവറി ലേബർ റൂം, നമുക്കറിയാം ലേബർ റൂം എന്താണ്. എല്ലാവരും പോലും കേറാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, നിങ്ങൾ മാരേജ് കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് സാധിക്കും. എന്താണ് ലേബർ റൂം, എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഡെലിവറി ലേബർ റൂം, അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നമ്മളെ ഒറ്റയ്ക്ക് അല്ലെ നമ്മൾ ഒബ്സർവേഷനിൽ കിടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? റൂമുകള് അവിടെ ഉണ്ട്. അപ്പൊ റിസീവിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഏരിയ ഉണ്ട്, പ്രീ ഡെലിവറി റൂം ഉണ്ട്, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഏരിയകൾ മനസ്സിലായോ? ഇതിന്റെ മെറ്റേണിറ്റി വാർഡിന്റെ അണ്ടറിൽ വരുന്ന ഏരിയകള് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. താഴെ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. The labor room also named as birthing unit. നിങ്ങളുടെ ടെക്സ്റ്റിൽ birthing unit എന്ന് തന്നെയാണോ? birthing unit ആണോ? Okay. The labor room, also named as birthing unit in the hospital, is where childbirth takes place. Is one of the most versatile rooms in the hospital, which grants special facilities assuring safe prenatal care, delivery, and immediate postnatal care for the mothers and the infants. A pregnant woman will go to the delivery room when she is in the active phase of labor. The unit is devised to handle a birth for women, minor surgeries, and procedures. The labor delivery recovery room, LDR, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care in certain healthcare institutions. LDR, also known as LDRP suites, labor, delivery, recovery, and postpartum. It is one of the particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumables, and availability of well-trained human resources. അപ്പൊ ഈ ലേബർ റൂമിനെ നമുക്ക് മറ്റൊരു പേരിൽ പറയാം അല്ലെ. ഏത് പേരിലാണ് ലേബർ റൂം അറിയപ്പെടുന്നത്? അതിന്റെ വേറൊരു പേരെന്താ? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, കമന്റ് ചെയ്തേ. ലേബർ റൂമിന്റെ മറ്റൊരു പേര് ബർത്തിങ് യൂണിറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ലേബർ റൂം
ബർത്തിങ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ആശുപത്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റൂമാണെന്ത്, ഈ ഒരു ലേബർ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ് ലേബർ റൂം. ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അല്ലെ, പല സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലേബർ റൂമിലൂടെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല്, അതായത് സുരക്ഷിതമായിട്ടുള്ള ഗർഭകാല പരിചരണം. ഓക്കെ, പ്രഗ്നന്റ് വുമണിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ, അവരുടെ സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റൽ കെയർ. ഓക്കെ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും എന്ത് ലഭിക്കുന്നുണ്ട്, ഇവിടെ നിന്നും കെയർ ലഭിക്കുന്നുണ്ട്. അപ്പോ പ്രഗ്നന്റ് വുമണിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലും അതുപോലെ തന്നെ പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷവും അവരുടേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലേബർ റൂമാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു നമുക്കറിയാം, ഒരു 10 മാസമാണ് അല്ലെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറിക്ക് ശേഷവും അവർക്ക് വേണ്ട രീതിയിലുള്ള കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലേബർ റൂം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ടൈമിലാണ് സ്ത്രീകൾ എവിടേക്ക് മാറ്റുന്നത്, ലേബർ റൂമിലേക്ക് മാറ്റുന്നത് അല്ലെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട, ലേബർ റൂമിൽ പോകേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ നമ്മൾ ചെല്ലാം. ചിലപ്പോൾ എക്സാമിനേഷൻ റൂമില്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഏരിയകൾ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ചെല്ലാം. പക്ഷെ ലേബർ റൂമിൽ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ നമ്മളെ തിരിച്ചു വരില്ല അല്ലെ. ആ ഒരു ഡെലിവറി എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്തായിരിക്കും ലേബർ റൂമിൽ നമുക്ക് എൻട്രി ഉണ്ടാവുക. അപ്പൊ പ്രസവ സമയത്താണ് ലേബർ റൂമിലേക്ക് ഗർഭിണികൾ, അതായത് പ്രഗ്നന്റ് ലേഡീസിനെ കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിനും അതുപോലെ തന്നെ ഡെലിവറിക്കും വേണ്ടിയിട്ടുള്ള, അതായത് പോസ്റ്റ് നേറ്റൽ കെയർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു ലേബർ റൂമിൽ ഉണ്ടാകും. അപ്പൊ എല്ലാത്തരം സൗകര്യങ്ങളും പ്രഗ്നൻസി പീരീഡിലും അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റൽ കെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സൗകര്യങ്ങളും ഈ ഒരു ലേബർ റൂമിലാണ് അവൈലബിൾ ആകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിലെ ലേബർ റൂം LDRT എന്നറിയപ്പെടുന്നു. ഓക്കെ, ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ LDR, ഇവിടെ മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്, ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, ലേബർ ഡെലിവറി റിക്കവറി റൂം LDR എന്നറിയപ്പെടുന്നു. മറ്റു ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ LDRP എന്നറിയപ്പെടുന്നു കേട്ടോ, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, LDRP സ്യൂട്ട്സ് എന്ന് അറിയപ്പെടുന്നത് ലേബർ സ്യൂട്ടുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാലോ, അപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. ഞങ്ങൾ ന്യൂസ് ഒക്കെ കണ്ടതല്ലേ, ലേബർ സ്യൂട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല? കണ്ടതാണ് അല്ലെ. ലേബർ സ്യൂട്ടിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വാർത്തകളിലൊക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനെ LDRP എന്ന് വിളിക്കുന്നു. അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും LDRP ഉണ്ടാവില്ല, സ്യൂട്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ ഒട്ടുമിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും എന്തുണ്ട്, LDRP ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ LDR എന്നും LDRP എന്നും ലേബർ റൂമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, അതായത് എന്തൊക്കെയാണ് ഒരു പ്രസവ സമയത്ത് വേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഗർഭിണിക്ക് വേണ്ടത്, അങ്ങനെയുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ചികിത്സാ സൗകര്യങ്ങളും ഈ ഒരു ലേബർ റൂമിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉപകരണങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ഉപകരണങ്ങളായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കൺസ്യൂമബിൾസ്, ഉപയോഗ സാമഗ്രികൾ, പലതരത്തിലുള്ള ടൂൾസുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അതിനകത്ത് ട്രെയിനിങ് നേടി, അതായത് വല്ലവരെ പിടിച്ച് നമുക്ക് ലേബർ റൂമിൽ കൊണ്ടുപോയി സ്റ്റാഫാക്കി ഇരുത്താനായിട്ട് പറ്റില്ല അല്ലെ. സാധാരണ സ്റ്റാഫുകളെ നമുക്ക് ലേബർ റൂമിൽ കൊണ്ടുപോയി എടുക്കാൻ പറ്റുമോ? സാധാരണക്കാരായിട്ടുള്ള സ്റ്റാഫുകളെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ലേബർ റൂമിൽ ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഡെലിവറി അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റൽ കെയർ എന്നിവയിൽ പരിശീലനം ലഭിച്ച സ്റ്റാഫുകളെയാണ് എവിടെ ഇരുത്തുക, ലേബർ റൂമില് ഡ്യൂട്ടിക്കായിട്ട് ഇടുന്നത്. ഓക്കെ,
അപ്പൊ പരിശീലനം നേടിയ സ്റ്റാഫുകള്, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങള്, അതുപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള സാമഗ്രികള്, ടൂൾസുകള്, ഉപകരണങ്ങള്, എല്ലാത്തരം കാര്യങ്ങളും ലേബർ റൂമില് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്രയും കാര്യം ഇൻട്രൊഡക്ഷൻ? ഓക്കെ. The next one, location. Location നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. This section should be located in a convenient but isolated area. The labor room, though remote, must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. It should be not far from the OT and surgical unit while facilitating the movement of patients, avoiding cross pollution. അതായത് ലേബർ റൂമിന്റെ സ്ഥാനം എവിടെയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ലേബർ റൂം എന്ന് പറയുന്നത് ഒരു സുഖപ്രദമായ എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലത്തായി വേണം വയ്ക്കാൻ. അതായത് ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ലേബർ റൂം ഒരുക്കേണ്ടത്. ഓക്കെ, പക്ഷെ അതൊരൊറ്റപ്പെട്ട സ്ഥലത്തുമായിരിക്കണം. രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒരൊറ്റപ്പെട്ട സ്ഥലത്ത്, അതായത് വേണ്ട രീതിയിലുള്ള സ്പേസ് അവിടെ ഉണ്ടാകണം, അതുപോലെ തന്നെ ഒരു സുഖപ്രദമായിട്ടുള്ള ഈസി ആക്സസും അവിടേക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് അകലെയാണെങ്കിലും ലേബർ റൂം എന്ന് പറയുന്നത് ചിലപ്പോ ആശുപത്രിയുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി കുറച്ച് അകലെയാണെങ്കിലും ആശുപത്രി എൻട്രൻസ് വഴി എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലമായിരിക്കണം. ഇപ്പൊ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് അകലെയായിരിക്കും ലേബർ റൂം ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ആശുപത്രിയുടെ എൻട്രൻസ് വഴി എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരിടത്തായിരിക്കണം ലേബർ റൂം സ്ഥിതി ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഒരു പ്രഗ്നന്റ് ലേഡിനെ കൊണ്ടുവന്നത് വിചാരിക്കുക. ഓക്കെ, അവരെ എമർജൻസി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ ആശുപത്രിയുടെ എൻട്രൻസിൽ നിന്ന് എളുപ്പത്തിൽ എത്താവുന്ന രീതിയിലായിരിക്കണം ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ലേബർ റൂമുകൾ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ ലേബർ റൂം എവിടെയാണെന്ന്? പെട്ടെന്ന് കാണാൻ പറ്റുമോ? മറ്റു ഏരിയകൾ പോലെ കാണാൻ പറ്റില്ല അല്ലെ. കുറച്ച് നമ്മള് പരതി നടക്കണോ അല്ലെ, സെർച്ച് ചെയ്യണം, എന്നാലാണ് ലേബർ റൂം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. പക്ഷെ എൻട്രൻസിൽ നിന്ന് എന്ത് ചെയ്യണം, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എത്താവുന്ന രീതിയിലുമായിരിക്കണം ഈ ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രൈവസി ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ലേബർ റൂമില് പ്രൈവസി ആവശ്യമാണ് അല്ലെ, സ്വകാര്യത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികളുടെ പ്രൈവസിക്ക് വേണ്ടി മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ചകലെയായിരിക്കണം. ഓക്കെ, അപ്പൊ വല്ലാത്തൊരു ലൊക്കേഷൻ ആണ് ഇവര് പറയുന്നത് അല്ലെ. മെയിൻ എൻട്രൻസിൽ നിന്ന് എളുപ്പത്തിൽ എത്താവുന്നതായിരിക്കണം. എന്നാൽ രോഗികളുടെ പ്രൈവസി മാനിച്ച് എന്താണ് മെയിൻ ഏരിയ, അതായത് ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് കുറച്ചകലെയുമായിരിക്കണം ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ചും പ്രഗ്നന്റ് വുമൺ, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വുമൺ, അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ആ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ഏരിയയിൽ നിന്ന് മാറിയിട്ടായിരിക്കണം ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലേബർ റൂമിന്റെ അരികെ തന്നെ OT-യും സർജിക്കൽ യൂണിറ്റും ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലേബർ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും, കുറച്ച് മാറിയിട്ടാണെങ്കിലും അധികം ദൂരെയല്ലാതെ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ലേബർ റൂമിന്റെ അരികിൽ തന്നെ OT-യും സർജിക്കൽ യൂണിറ്റും വെക്കുന്നതിലൂടെ രോഗികളെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് സാധിക്കും. കൂടാതെ മറ്റ് ഏരിയകളിൽ നിന്ന് ഇൻഫെക്ഷൻ തടയാനും സാധിക്കും. അപ്പൊ നമുക്കറിയാം, ഇപ്പോ ഡെലിവറിക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു വുമൺ, അവർക്ക് എന്താണ് പ്രസവിക്കാനായിട്ട് സാധിക്കുന്നില്ല, വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലപ്പോൾ പെയിൻ വരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പൊ നോർമൽ ഡെലിവറി സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ എന്താ ചെയ്യാം?
സിസേറിയൻ ചെയ്യും അല്ലെ? എവിടെയാണ് സിസേറിയൻ ചെയ്യുന്നത്? എവിടെയാണ് സിസേറിയൻ ചെയ്യുന്നത്? OT-യിലാണ് അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോ ഈ എന്താണ് ഈ ഒരു വുമണെ എത്രയും പെട്ടെന്ന് ലേബർ റൂമിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അതുകൊണ്ട് ഇത് വളരെയധികം ദൂരത്ത് കൊണ്ടുപോയി വെക്കില്ല. ലേബർ റൂമിന്റെ അടുത്ത് തന്നെയായിരിക്കും എന്ത് വരുന്നേ? ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് മറ്റ് ഏരിയകളിലേക്ക് ഇൻസ്പെക്ഷൻ, അതായത് കുറച്ച് ദൂരെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് ഏരിയകൾ, അതായത് പ്രധാനപ്പെട്ട ഏരിയകൾ ഉണ്ടല്ലോ, മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് OP ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്, അവിടെ വരുന്ന സാധാരണ രോഗികളിൽ നിന്നുള്ള ഇൻഫെക്ഷൻ തടയാനായിട്ട് സാധിക്കും. കുറച്ച് അകലെ കൊണ്ടുവയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താകുന്നതിലൂടെ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്ന് മാറി അവിടെയുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതും ഇതില് പറയുന്നുണ്ട്. ഓക്കെ, ലൊക്കേഷൻ പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് എന്താണ് ഞാൻ പറഞ്ഞത്? ലേബർ റൂം എന്ന് പറയുന്നത് ഒരു സുഖപ്രദമായ എന്നാൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം. അകന്നു നിൽക്കുന്നതായാലും ആശുപത്രിയുടെ എൻട്രൻസ് വഴി എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലമായിരിക്കണം. എന്നാൽ രോഗികൾക്ക് പ്രൈവസി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് അകലെയായിരിക്കണം. എന്നാൽ ലേബർ റൂമിന്റെ അരികെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കണം. രോഗികളെ എളുപ്പത്തിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഏരിയകളിൽ നിന്ന് ഇൻഫെക്ഷൻ തടയുന്നതിനും സാധിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് അടുത്തത് നോക്കാം. ഡിസൈൻ എങ്ങനെയാണ് ലേബർ റൂമിന്റെ? അതൊന്ന് നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് മനസ്സിലാക്കാൻ. ഓക്കെ, കഴിയും. അപ്പൊ ഡിസൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? വായിച്ചോ? എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? Labor rooms must be of enough size with large doors allowing passage of the bed or stretcher with the attendants. The labor room complex should have enough light, power backup, ventilation, triage area, clean utility area, autoclaved supplies and common supplies such as towels, linen, etc. This area should be designed to block out sounds, ensuring that the patients can experience optimal comfort and relaxation. Facilities for examination, preparation and observation are also available. Okay. അപ്പൊ ലേബർ റൂം എന്ന് പറയുന്നത് നല്ല വലിപ്പത്തിലുള്ളതായിരിക്കണം അല്ലെ? ആവശ്യത്തിലധികം വലിപ്പം വേണം. അതുപോലെ തന്നെ വലിയ വാതിലുകളായിരിക്കണം, ഡോറുകൾ വലുതായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വലിയ വാതിലുകൾ വേണം അല്ലെങ്കിൽ ഇത്ര വലിപ്പം വേണം എന്ന് പറയുന്നത്? പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോ സ്ട്രെച്ചറിലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ വീൽ ചെയറിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോ അവർക്ക് കടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള അച്ഛന്മാർക്കും സഹായികൾക്കും കടക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്പേസും ലാർജ് ഡോറുകളും ലേബർ റൂമിന് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ബെഡ് സ്ട്രക്ചർ. The labor room complex should have enough light. അല്ലെ? എന്താണ്? തെളിച്ചം വേണ്ടേ? പ്രകാശം വേണ്ടേ ലേബർ റൂമിന്? വെട്ടം വെളിച്ചം വേണ്ടേ ലേബർ റൂമില്? അപ്പോ പ്രോപ്പർ ആയിട്ട്, അതായത് പ്രകാശം ആവശ്യമാണ് അല്ലെ, അല്ലെങ്കിൽ ലൈറ്റ് ആവശ്യമാണ്. ഓക്കെ, അടുത്തത് പവർ ബാക്കപ്പ് ആണ്. എന്താണ് പവർ ബാക്കപ്പ്? ലൈറ്റ് ആവശ്യമാണ്. ഇനി ലൈറ്റ് പോയി കഴിഞ്ഞാല് ഇൻവെർട്ടറോ അല്ലെങ്കിൽ ജനറേറ്ററോ ആവശ്യമാണ് അല്ലെ? അതിനെയാണ് പവർ ബാക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ.
പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാല് എന്താണ് വെളിച്ചം വരാനുള്ള സംവിധാനം. ഓക്കെ, പവർ ബാക്കപ്പ് എന്ന് പറയുന്നത് ജനറേറ്റർ എഴുതാം നമുക്ക്, അതുപോലെ ഇൻവെർട്ടർ എഴുതാം. ഓക്കെ, ആ ഒരു സൗകര്യവും ലേബർ റൂമിന് ഉണ്ടായിരിക്കണം. ദെൻ വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള വായു സഞ്ചാരം വേണം അല്ലെ. വെന്റിലേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്? വെന്റിലേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ബാഡ് സ്മെല്ല് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള വായു സഞ്ചാരം ഉണ്ടെങ്കിൽ ബാഡ് സ്മെല്ല് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറും മറ്റൊക്കെ പുറത്തോട്ട് പോവുകയും ശുദ്ധവായു അകത്തേക്ക് വരികയും ചെയ്യും. അത് പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ ഡെവലപ്മെന്റ് റെഡ്യൂസ് ചെയ്യും. വെന്റിലേഷൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഡെവലപ്മെന്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ രോഗിക്കും അവിടെ നിൽക്കുന്നവർക്കും നന്നായി ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും, നന്നായിട്ട് ശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്, ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയയിലും നിങ്ങൾ വെന്റിലേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? മറ്റ് ചാപ്റ്ററുകൾ പഠിക്കുമ്പോ ഉണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ പല ബെനിഫിറ്റുകളും ഉണ്ട് കേട്ടോ. വായു സഞ്ചാരം സുഗമമാക്കും, ബാഡ് സ്മെല്ല് റെഡ്യൂസ് ചെയ്യാം, ബാക്ടീരിയ ഡെവലപ്മെന്റ് റെഡ്യൂസ് ചെയ്യാം, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മലിനമായിട്ടുള്ള വായുവിനെ പുറത്തേക്ക് കളയുകയും പ്യുവർ ആയിട്ടുള്ള എയറിനെ അകത്തേക്ക് കയറ്റുകയും ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ വെന്റിലേഷൻ പറഞ്ഞു. ദെൻ ട്രയേജ് ഏരിയ, അതായത് നമുക്കറിയാം, അതായത് മുൻഗണന അനുസരിച്ച് ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ ക്ലാസ്സില്. മുൻഗണന അനുസരിച്ച് ആളുകളെ കയറ്റുന്നതാണ് അല്ലെ. ഓക്കെ, അതായത് ഓരോ മുൻഗണന, അതായത് ആർക്കാണോ ഇപ്പൊ ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെലിവറിയുമായിട്ട് വരുന്നവരാണ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ അത്തരം ഒരു പ്രഗ്നൻസി പീരീഡ്, ഡെലിവറി, പോസ്റ്റ് നേറ്റൽ കെയർ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതിനകത്ത് ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, ആർക്കാണ് എമർജൻസി ഉള്ളത്, അതിനനുസരിച്ച് ആളുകളെ എന്താണ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാകും? ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ട്രയേജ് ഏരിയ കേട്ടോ. അതുപോലെ തന്നെ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാല് ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അതായത് നമുക്കറിയാം ലേബർ റൂം എന്ന് പറഞ്ഞാൽ ധാരാളം ടൂൾസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും സ്റ്റെറൈൽ ചെയ്തിട്ടുണ്ടാവും, എപ്പോഴും അണുവിമുക്തമാക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാ ഉപകരണങ്ങളും. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വെക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്? ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഗ്ലൗസ് വരാം, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സെറ്റ് വരാം, ലേബർ എക്യുപ്മെന്റ് വരാം, അതുപോലെ സിറഞ്ച് വരാം, നീഡില് വരാം, പിന്നെ ബെഡ്ഷീറ്റ്, ടവൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം, മാസ്ക് വരാം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലീൻ യൂട്ടിലിറ്റി ഏരിയയിലാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്. എന്താണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്ന് പറഞ്ഞാല്? ഹൈ പ്രഷറിൽ ഓട്ടോക്ലേവിലൂടെയാണ് അല്ലെ സാധനങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് വിമുക്തമാക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്? കേട്ടിട്ടുണ്ടോ? ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? ഉപകരണങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവിലൂടെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സാമഗ്രികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടവലുകള്, ലിനൻ, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടാകും. ഓക്കെ, കീപ്പ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻഡ് ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്സ്. അതായത് പുറത്തു നിന്നുള്ള സൗണ്ടുകളെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. നമുക്കറിയാം വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലെ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ലേബർ റൂമിൽ വേണ്ടത്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളും മറ്റുമൊക്കെ എന്തില്ല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഭയങ്കരമായിട്ടുള്ള സൗണ്ട്സിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കംഫർട്ട് പ്രധാനമായിട്ട് നോക്കും അല്ലെ. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി കംഫർട്ട് ആണോ, അവര് നല്ല രീതിയിലാണോ ഇരിക്കുന്നത്, അവരുടെ റിലാക്സേഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും.
പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവരെ എപ്പോഴും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, ചെക്ക് ചെയ്യണം അല്ലെ. ഡെലിവറി സമയത്തൊക്കെ പല പ്രാവശ്യം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സാമിനേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങള്, അതുപോലെ തന്നെ അവരെ ഒബ്സർവ് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങള് ഉള്ള ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ്. Next, the LDR, labor delivery and recovery complex can be divided into 3 zones. അതായത് LDR, അതായത് ഈ ഒരു ലേബർ കോംപ്ലക്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, സോണുകളായിട്ട്. അതിനകത്ത് ആദ്യത്തേത് വരുന്നതാണ് അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത് കേട്ടോ. അൺസ്റ്റെറൈൽ സോൺ അതിനകത്തുള്ളതാണ് കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. അപ്പോ അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരും, വെയിറ്റിംഗ് ഏരിയ വരും, പബ്ലിക് യൂട്ടിലിറ്റി. രണ്ടാമത്തേതാണ് പ്രൊട്ടക്റ്റീവ് സോൺ. അത് അങ്ങനെ തന്നെ നോക്കി വെച്ചാൽ മതി കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. മൂന്നാമത്തേതാണ് ഡെലിവറി സോൺ. ദിസ് കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. അപ്പൊ ഡെലിവറി സോണിൽ വരുന്നതാണ് ക്ലീൻ സപ്ലൈ റൂം വരുന്നുണ്ട്, അതുപോലെ സ്ക്രബ് സ്റ്റേഷൻ വരുന്നുണ്ട്, ഡെലിവറി റൂം വരുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ നോക്കി വെച്ചാൽ മതി. ഇങ്ങനെയാണെന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ വരാം. അൺസ്റ്റെറൈൽ സോണിന്റെ പരിധിയിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഡെലിവറി സോണിൽ ഉൾപ്പെടുന്നത് ഏത്, അങ്ങനെ ചോദ്യം ചോദിക്കാം. ജസ്റ്റ് അത് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൈ കഴുകുന്ന സ്ഥലമാണ് കേട്ടോ. കൈ കഴുകില്ലേ, വാഷിംഗ് ഫെസിലിറ്റി ഉള്ള സ്ഥലമില്ലേ, എപ്പോഴും കൈ കഴുകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരും അവിടെയുള്ള സ്റ്റാഫുകൾക്കായാലും അല്ലെ. അപ്പൊ അതിനുള്ള സൗകര്യമാണ് കേട്ടോ സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലേബർ റൂമിലുള്ള പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റേഷൻ ആണ്. നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നഴ്സുമാരുടെ പ്രവർത്തന കേന്ദ്രം അല്ലെ. അതായത് അവിടെ ധാരാളം നഴ്സുമാരുണ്ടാവും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. സൂപ്പർവൈസേഴ്സ് ഓഫീസ്, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ടാവും. ലേബർ റൂമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവര് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഓഫീസിനെയാണ് സൂപ്പർവൈസേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതിന് മേൽനോട്ടം വഹിക്കുന്നവരുടെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഓഫീസ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂം ഉണ്ടാവും. ഓക്കെ, വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഇപ്പോ രോഗികളുടെ ബന്ധുക്കളായിട്ടുള്ളവരെ കാത്തിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് വെയിറ്റിംഗ് റൂം. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഞാൻ നേരത്തെ പറഞ്ഞു കൈ കഴുകാനുള്ള സൗകര്യം, സ്ക്രബ് റൂം അല്ലെ, വാഷിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാകും. ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ. അതുപോലെ തന്നെ ജീവനക്കാരുടെ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഡ്യൂട്ടി റൂമുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ വസ്ത്രങ്ങൾ മാറാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രത്യേകമായിട്ടുള്ള റൂമുകളും ഉണ്ടാവും. നമുക്കറിയാം ഡോക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് അവരെന്തിടും, എന്താണ് അവർ വിയർ ചെയ്യുക? കാഷ്വൽ ഡ്രസ് ഇട്ടിട്ടാണ് അവർ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അല്ലെങ്കിൽ ഡെലിവറി റൂമിലേക്കൊക്കെ, അല്ല അല്ലേ? ഗൗൺ എടുത്തിടും അല്ലെ, ഇല്ലേ? യൂണിഫോം ഇടും, ഗൗൺ ഇടും അല്ലെ. ഓക്കെ, അപ്പൊ അതിന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടാകും. അതുപോലെ തന്നെ റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്വിപ്മെന്റ് ആൻഡ് മെഡിസിൻ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ടൂൾസുകൾ എവിടെയുണ്ട്? ഡെലിവറി റൂമിലും ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് വെക്കാനായിട്ടുള്ള ഒരു റൂം ഉണ്ടാകും. പിന്നെ മെഡിസിൻസ്, അതായത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും അതുപോലെ സിസേറിയൻ ചെയ്യുന്ന ലേഡീസിനൊക്കെ കൊടുക്കുന്ന
മെഡിസിൻസ് കീപ്പ് ചെയ്യുന്ന റൂമും ലേബർ റൂമിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെറിലൈസിങ് ഫെസിലിറ്റീസ്. സ്റ്റെറിലൈസിങ് അതായത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സൗകര്യം, അതായത് ഇപ്പൊ എടുക്കുന്ന അതായത് ഇതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും എന്താ പറയുക സിറഞ്ച്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. അതെപ്പോഴും ആവശ്യം കഴിഞ്ഞതിന് ശേഷം അണുവിമുക്തമാക്കണം. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരു രോഗിയിൽ അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ അതിനുള്ള ഫെസിലിറ്റീസ്, സ്റ്റെറിലൈസിങ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ ഏരിയാസ്, അതായത് ട്രീറ്റ്മെന്റിനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് ഈ തരത്തിലുള്ള രോഗികൾക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള സ്ഥലമാണ് ക്ലിനിക്കൽ ഏരിയാസ് എന്ന് പറയുന്നത്. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, അതായത് പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിംഗ് സംവിധാനമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് എന്താ പറയാ, നമ്മള് പെട്ടെന്ന് തന്നെ എന്താ പറയാ, നമ്മൾ ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രത്യേക രീതിയിലായിരിക്കും ടൈലുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യുക അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോ ആ ഒരു രീതിയിലായിരിക്കണം എന്താണ് ഫ്ലോറിംഗ് സംവിധാനം ഒരുക്കിയിരിക്കേണ്ടത്. അതിനെയാണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിംഗ് സംവിധാനം എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. സെൻട്രലി എയർ കണ്ടീഷൻഡ്, എയർ കണ്ടീഷൻ സംവിധാനം ഉണ്ടായിരിക്കും, എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇത് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി കേട്ടോ. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് നോക്കാം. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടോ. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് റീഡ് ചെയ്യാം. Okay. Labor ward protocols എന്തൊക്കെയാണെന്ന് നോക്കാം. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. These protocols are in regard to the administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc. Clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ലേബർ റൂമിൽ പാലിക്കേണ്ട നിബന്ധനകളാണ്. ഓക്കെ, ചില പ്രോട്ടോകോളുകൾ ഉണ്ട്, ചില കാര്യങ്ങൾ അവിടെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതായത് വാർഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ഗർഭിണികൾക്ക് മികച്ച ചികിത്സ നൽകുകയും ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇപ്പൊ ലേബർ റൂമില് ലേബർ വാർഡിൽ എന്തിനാണ് ഇത്തരം പ്രോട്ടോകോൾസ് നടപ്പിലാക്കുന്നത്? ലേബർ വാർഡ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് മികച്ച ട്രീറ്റ്മെന്റ് നൽകാനും വേണ്ടിയാണത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാമെന്ന് നോക്കാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസില് 1-2 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി എന്നിവ ഉറപ്പാക്കണം. ഓക്കെ, അതായത് അവിടെ നമുക്കറിയാം ഒരു പ്രഗ്നന്റ് ലേഡി എന്ന് പറയുന്നത് ഒരാള് മാത്രമല്ലേ, 2 പേരാണ്, അമ്മയും കുഞ്ഞുമാണ്.
അപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. ഓക്കെ, ഗൗരവത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി സമയം കൃത്യമായിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് നമുക്കറിയാം ഓരോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ഡ്യൂട്ടി കൊടുക്കുന്നത് അല്ലെ. അപ്പോ ആളുകൾ പോകുന്നതിനനുസരിച്ച് ഡ്യൂട്ടി തീർന്ന് പോകുന്നതിനനുസരിച്ച് വേറെ ഒരാള് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടാകണം. കാരണം ഏത് സമയത്താണ് പെയിൻ വരിക, ഡെലിവറി പെയിൻ വരിക എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം, അവരുടെ സമയം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ, വാർത്തൽ റെഗുലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവ പാലിക്കണം. അത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവിൽ പറയുന്നതാണ്. അതായത് പലതരത്തിലുള്ള, അതായത് നമുക്കറിയാം 1-2 പേരോ ആയിരിക്കില്ല, ചിലപ്പോൾ കൂടുതലായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാകാം. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഓരോ ഇതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വാർഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ പെടുത്തേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്തും ആ പ്രഗ്നൻസി പീരീഡ് ഓവറോൾ ആ ഒരു പീരീഡിലും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിനും കെയർ കൊടുക്കാന്നുള്ളതും ഈ ഒരു ലേബർ വാർഡിന്റെ പ്രോട്ടോകോളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ കെയർ കൊടുക്കാന്നുള്ളത് ലേബർ റൂമിന്റെ പ്രോട്ടോകോളില് വരുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. The next one, labor table is one of the crucial tools and equipment used in the delivery room. Labor table കണ്ടിട്ടുണ്ടോ നിങ്ങള്? ലേബർ ടേബിൾ കണ്ടിട്ടുണ്ടോ അല്ലെ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഡെലിവറി റൂമിൽ ഉപയോഗിക്കുന്നത്. ഒരു ക്രൂഷ്യൽ ടൂൾ ആണ് ഡെലിവറി റൂമിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ലേബർ ടേബിൾ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഈ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില ഉപകരണങ്ങളുടെ പേരുകളാണ് പറയുന്നത്. അതിനകത്ത് ഒന്നാണ് റേഡിയന്റ് വാമർ. റേഡിയന്റ് വാമർ കണ്ടിട്ടുണ്ടോ? ലേബർ ടേബിൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അടുത്തത് റേഡിയന്റ് വാമർ വരും. ഡെലിവറിക്ക് ഹെൽപ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത് റേഡിയന്റ് വാമർ. എന്താണ് റേഡിയന്റ് വാമർ? കേട്ടിട്ടുണ്ടോ? റേഡിയന്റ് വാമർ ഇവിടെ നീതു പ്രശാന്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. ന്യൂബോൺ ബേബിക്ക് ആവശ്യമായ ടെമ്പറേച്ചർ നൽകാൻ സഹായിക്കുന്നു. ന്യൂബോൺ ബേബീസിന് ചൂട് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? റേഡിയന്റ് വാമർ എന്ന് പറയുന്നത്. ഓക്കെ, പറയട്ടെ, നോട്ട് പറയട്ടെ, എഴുതിയെടുക്കോ? ആവശ്യമുണ്ടോ? പറഞ്ഞു തരട്ടെ? എഴുതിയെടുത്തോളൂ കേട്ടോ. A radiant warmer is a medical device. Used mainly in hospitals. To keep newborn babies warm. WARM. To keep newborn babies warm. A radiant warmer is a medical device used mainly in hospitals to keep newborn babies warm. ന്യൂബോൺ ബേബീസിന് ആവശ്യമായ ടെമ്പറേച്ചർ നൽകാനായിട്ട്, ചൂട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാമർ ഉപയോഗിക്കുന്നത്. അതായത് ജനനത്തിന് ശേഷം ചില കുഞ്ഞുങ്ങൾക്ക്, ഒന്നുകൂടി പറയണോ? ഓക്കെ. A radiant warmer is a medical device used
mainly in hospitals, mainly MAINLY, in hospitals to keep newborn babies warm. WARM. Okay, very good. അപ്പൊ ജനനത്തിന് ശേഷം ചില കുഞ്ഞുങ്ങൾക്ക് ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ അവർക്കൊരു കണ്ടീഷൻ വരും, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അവർ പോകും. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. The next one ആണ് sterilizers. Sterilizers എന്താ? ഉപകരണങ്ങളാണ് ഉപയുക്തമാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നും ആവശ്യമില്ല. ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നു സ്റ്റെറിലൈസേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ കേട്ടോ. ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. Okay. The next one, fetal Doppler. Fetal Doppler. അതെന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? fetal Doppler. To check heartbeat of the baby. അതാണ് ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. Fetal Doppler is a small device used to listen to the heartbeat of the baby inside the womb. Womb എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭാശയം അല്ലെ? അതായത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ദ ബേബി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് റേഡിയന്റ് വാർമർ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? റേഡിയന്റ് വാർമർ ആണ് കേട്ടോ. കുഞ്ഞിന് ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതാണ് ഫീറ്റൽ ഡോപ്ലർ. അറിയാൻ പറ്റുമല്ലോ, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ. ഇതാണ് ഫീറ്റൽ ഡോപ്ലർ കേട്ടോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം, നോട്ട് അടുത്ത ക്ലാസ്സിൽ തരാം. ഇത് എന്തായിരിക്കും? അത് രണ്ടു തരത്തിൽ എഴുതാന്നാ പറഞ്ഞത്. ഓ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഫീറ്റലിന് ഓ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഇത് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് ആണ്. അതായത് അമ്മയുടെ കോൺട്രാക്ഷൻസും പ്രഗ്നൻസി സമയത്ത് ഡെലിവറി സമയത്ത് അമ്മയുടെ കോൺട്രാക്ഷൻസും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും ഒരുപോലെ നമുക്ക് അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ അത് തരുന്ന ഒരു സംവിധാനമാണ് ഇത്. ഓക്കെ, ഡെലിവറി സമയത്ത് കുഞ്ഞിനുണ്ടാകുന്ന ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ അമ്മയുടെ കോൺട്രാക്ഷൻസ്, യൂട്രൽ കോൺട്രാക്ഷൻസ്, നമ്മുടെ യൂട്രസിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഓക്കെ, കണ്ടല്ലോ എല്ലാരും? പിക്ചർ കണ്ടല്ലോ? അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ്, ഇതിന്റെ വിവരങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. ഫീറ്റൽ ഡോപ്ലർ പറഞ്ഞു, ഇനി ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് ആണ് പറയാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം.
ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you. Thank you, ma'am. Thank you, ma'am.